കൊല്ലപ്പെട്ട ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്കിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ആയിരങ്ങൾ അരിസോണ സ്റ്റേഡിയത്തിൽ ബാനറുകളുമായാണ് ജനക്കൂട്ടം എത്തിയത്. ചാർലി കിർക്ക് സുവിശേഷകനും സ്വാതന്ത്ര്യത്തിന്റെ രക്തസാക്ഷിയുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ആ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇലോൺ മസ്ക് തുടങ്ങിയ പ്രമുഖരുണ്ടായിരുന്നു. ഏകദേശം 60,000 പേരെ കൊള്ളാവുന്ന ആ സ്റ്റേഡിയത്തിലേക്ക് 1,00,000-ലേറെ പേര് വന്നു എന്നൊക്കെയായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സാക്ഷ്യമൊക്കെ കഴിഞ്ഞ ദിവസം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ട്രംപിന്റെ രാഷ്ട്രീയത്തിന് എത്രത്തോളം ഒരു അനുകൂല ഘടകമാകും? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ശരിക്കും രാഷ്ട്രീയവും മതവും ഒരുമിച്ച് ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു കൊല്ലപ്പെട്ട ചാർലി കിർക്കിനായി ഫീനിക്സിലെ സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തിൽ ഒരുങ്ങിയത്. പ്രസംഗിച്ച മിക്കവരും അമേരിക്കയുടെ രക്തസാക്ഷിയായിട്ടാണ് ചാർലി കിർക്കിനെ ഉയർത്തിക്കാട്ടിയത്. കൊല്ലപ്പെട്ട ചാർലി കിർക്ക് സുവിശേഷകനും അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ രക്തസാക്ഷിയും എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ തടിച്ചുകൂടിയ ജനങ്ങളോട് ചാർലിയുടെ പത്നി എഴിക്ക കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ഒരു വാചകവുമൊക്കെ ആവർത്തിച്ചു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ വാചകവും തുടർന്ന് തന്റെ ഭർത്താവിനെ പോലെ ശത്രുവിനെ സ്നേഹിക്കുവാനും പറഞ്ഞു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അത് തിരുത്തുകയുണ്ടായി. തനിക്ക് എതിരാളിയെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും അവർ നന്നാകട്ടെ എന്നൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ചാർലി കിർക്കിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ ഉന്നതർ എല്ലാവരും സന്നിഹിതരായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു, അതുപോലെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഉണ്ടായിരുന്നു, ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ കൃഷ്ണ, സ്മിത, നമുക്ക് ആരോടെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഈ ശവസംസ്കാര ചടങ്ങുകളാണ്. ഒരു കൈ കൊടുത്താൽ തീരും, അതെല്ലാം ഡൈല്യൂട്ടായി പോവും. അത്തരം ഒരു കാര്യത്തിനും ഈ ചടങ്ങ് സാക്ഷ്യം വഹിച്ചു. പ്രസിഡന്റ് ട്രംപും അതുപോലെ ടെസ്ല CEO എലോൺ മസ്കും ഈ അനുസ്മരണ ചടങ്ങിനിടയിൽ കൈകൊടുത്ത് വീണ്ടും ഒരുമിച്ചിരിക്കുന്നതും കണ്ടു. കഴിഞ്ഞ സെപ്റ്റംബർ 10 യൂറ്റ യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത്. കൃഷ്ണ, സ്മിത. ശരി, ചാർലി കിർക്ക് ഒരു രക്തസാക്ഷി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിനും ഇലോൺ മസ്കിനും ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു മഞ്ഞുരുക്കത്തിന്റെ തുടക്കം കൂടിയാകുമോ എന്ന് നോക്കിക്കാണുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.